ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് കോവയ്ക്ക അരിഞ്ഞതും, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നുണ്ടല്ലോ, ഉഴുന്നും പിന്നെ എരിവിന് പച്ചമുളകൊക്കെ ചേർത്ത് നല്ല കിടിലൻ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6, 7 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത്ര മതിയാവും. ഇത് ക്ലീൻ ആക്കി നല്ലപോലെ ക്ലീൻ ആക്കി ദാണ്ടെ ഇതുപോലെ അരിഞ്ഞെടുക്കണം. അപ്പോഴ് ചിലര് ചോദിക്കും, "ഇത് പുളിക്കൂലേ? പഴുത്ത കോവയ്ക്ക എടുക്കാവോ?" എന്നൊക്കെ. കുഴപ്പമില്ല. ഇതിന് ഇത്തിരി പുളിയുള്ളത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ കോവയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. പാൻ നല്ലപോലെ ചൂടാവുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. ഈ ഒരു റെസിപ്പിക്ക് കുറച്ചധികം ഉഴുന്ന് ചേർക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂണിൽ എടുത്തതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ എടുത്തു. സാധാരണ നമ്മൾ ടേബിൾ സ്പൂണിന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ഉഴുന്നെടുക്കണേ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഉഴുന്നൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ ഈ ഉഴുന്നിന്റെ ഒരു കളറൊക്കെ മാറിയിട്ട് ഒരു ബ്രൗൺ കളറിലോട്ട് എത്തണം കേട്ടോ. അതുവരെയും നല്ലപോലെ കൂടെ നിന്ന് തന്നെ ഒന്ന് വറുത്തെടുക്കണേ. ഇത് വെച്ചിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പൊ ദാണ്ടെ ഇപ്പൊ എന്താ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു സ്റ്റേജ് വരെയാണ് നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടത്. ഇപ്പൊ ദാണ്ടെ ആ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിത് ഇത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി അതേ പാത്രത്തിൽ തന്നെ ഞാന് നമ്മുടെ കോവയ്ക്ക ഉണ്ടല്ലോ അരിഞ്ഞെടുത്ത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ കോവയ്ക്ക വേവാനും പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ പൊട്ടലും ചീറ്റലും ഒക്കെ ഈ പാൻ ചൂടായിരുന്നോണ്ടാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇളക്കിയിട്ടിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് അതിൽ ഈ കോവയ്ക്കൊന്ന് വഴറ്റി നമുക്കൊന്ന് അടച്ച് വെച്ച് അങ്ങനെയും വേവിക്കാം. പിന്നെ ഞാനിത് കുറച്ച് ഹെൽത്തി വേർഷൻ പിടിച്ചതാണ്. എണ്ണ ചേർക്കാതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ്. ഇപ്പൊ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അടച്ചങ്ങ് വെച്ചാൽ മതി. അപ്പൊ അത് അവിടെ നിന്നൊന്ന് കുക്ക് ആവട്ടെ. അപ്പൊ ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ടേ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കോവയ്ക്കൊക്കെ സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തേക്കണേ. ആണ്ടെ ഇതുപോലെ വെന്ത് കിട്ടും. അപ്പൊ ഇതും നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത് വരട്ടെ. ആ ഒരു സമയം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്തിട്ട് അതിലേക്ക് ഒരു കൈപ്പിടി പിന്നെ കുറച്ചും കൂടി തേങ്ങ ഒരു 3/4 കപ്പോളം ഉണ്ടാവും. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളിയാണ് കേട്ടോ. അപ്പൊ എൻ്റെ കയ്യിൽ അത്യാവശ്യം വലിയ കുഞ്ഞുള്ളി ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. 2 അത് ഞാനൊന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 3, 4 എടുത്തേക്ക് കേട്ടോ. ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഇനി ഒരു ചെറിയ പീസ് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വറുത്തെടുത്ത നമ്മുടെ ഉഴുന്നുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ പച്ചമുളകിന് പകരം വറ്റൽമുളക് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ വേവിച്ചെടുത്ത കോവയ്ക്കയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വറ്റൽമുളകാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ആ ഉഴുന്ന് വറുത്തെടുക്കുമ്പോൾ അതിന്റെ കൂടെ ഇട്ട് അതും ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ കോവയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇത് ചമ്മന്തി അരയ്ക്കുന്നത് പോലെ പൾസ് മോഡിലിട്ട് 2, 3 വട്ടം ഒന്ന് കറക്കി കൊണ്ടുവരാം. ആണ്ടെ ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചമ്മന്തി സാധാരണ അരയ്ക്കുന്നതിലും ഇത്തിരിയും കൂടെ ഒന്ന് അരഞ്ഞിട്ടുണ്ട്. അതുപോലെ വേണം അരച്ചെടുക്കാന്. അപ്പൊ ദാണ്ടെ കണ്ടോ. ഇനി ഇതങ്ങോട്ട് ഉരുട്ടിയെടുത്താ മതി. ഇനി എണ്ണ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം ട്ടോ. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. കിടിലൻ ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ. കോവയ്ക്ക കഴിക്കാത്തവർ പോലും ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ. അപ്പം ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചോറിൻ്റെ കൂടെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ.